Цель номер 1. Корабль в точке. Пуск. Пуск. Есть пуск. റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലുകളെ കുറിച്ച് പറയണമെങ്കിൽ എല്ലാവർക്കും ഓർമ്മ വരുന്നത് രണ്ട് പേരുകളായിരിക്കും. ഒന്ന് കിൻസാൽ ഹൈപ്പർസോണിക് മിസൈൽ, മറ്റൊന്ന് സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈൽ. എന്നാൽ ഇതിന്റെ ചിത്രങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ കിൻസാലിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ MiG-31 വിമാനങ്ങളിൽ നിന്നും ഈ മിസൈൽ വിക്ഷേപിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനെ അറ്റാച്ച് ചെയ്യുന്നത് പോലുള്ള പല ഇമേജ് ഔദ്യോഗികമായി റഷ്യ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിനെക്കുറിച്ചുള്ള പല വിവരങ്ങളും പുറത്തുവിട്ടു. എന്നാൽ ഇന്നുവരെയും സിർക്കോണിനെ കുറിച്ചുള്ള ഒരേയൊരു ചിത്രം പോലും പുറത്തു വന്നിട്ടില്ല. ഇത് നിങ്ങൾ നോക്കുക, കൂടെ ഇതും കണ്ടിട്ടുണ്ടാകും. ഇതാണ് റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈൽ. എന്നാൽ ഇവയൊന്നും വെരിഫൈഡ് അല്ല. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി ഒരു വിവരം പുറത്തു വന്നു. റഷ്യയുടെ സിർക്കോൺ മിസൈലിന്റെ ആദ്യത്തെ പബ്ലിക് അപ്പിയറൻസ് അതിന്റെ ലോഞ്ചിങ് സൈറ്റിൽ നിന്ന് തന്നെ റഷ്യ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. കൂടെ സിറിയയെ സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും ഈ ഒരു വീഡിയോയിൽ അറിയാൻ പോവുകയാണ്. റഷ്യൻ ബാക്ക്ഡ് ആർമഡ് ഫോഴ്സസിന് സിറിയയിൽ ഇപ്പോ സമയം ശരിയല്ല. ഹെവി ലോസസ് സിറിയൻ ഗവൺമെന്റ് ഫോഴ്സസിന് റഷ്യ ബാക്ക് ചെയ്ത ഗവൺമെന്റ് ഫോഴ്സസിന് യുദ്ധകളത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം സിറിയയെ കുറിച്ച് അറിയാം. സിറിയയെ സംബന്ധിച്ച് HDS എന്ന് പറയുന്ന തുർക്കി ബാക്ക്ഡ് മിലിറ്റന്റ് ഗ്രൂപ്പ്സിനും ഗവൺമെന്റ് ഫോഴ്സസിനും മറുഭാഗത്ത് അമേരിക്ക ബാക്ക് ചെയ്യുന്ന SDF സിറിയൻ ഡിഫൻസ് ഫോഴ്സസിനും ഇടയിൽ യുദ്ധം വളരെ അധികമായിട്ടുണ്ട്. റഷ്യൻ നിർമ്മിതമായ T-64 ടാങ്കിനെ നേരിട്ട് അമേരിക്കയുടെ സൈന്യം അടുത്തിടെ വീഴ്ത്തിയിട്ടുണ്ട്. ഇത് റഷ്യയുടെ പീരങ്കിയാണ്. എന്നാൽ റഷ്യ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. റഷ്യയുടെ പ്രോക്സീസ് ആയ ഇറാൻ ബാക്ക്ഡ് മിലിറ്റന്റ് ഗ്രൂപ്പ്സും ഇറാഖ് റെസിസ്റ്റൻസുമാണ് ഈ പീരങ്കികൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിനെ നശിപ്പിച്ചു എന്ന വിവരം പെന്റഗണും ഔദ്യോഗികമായി അവകാശപ്പെട്ടു. അവർ പറഞ്ഞത് ഈ ടാങ്ക് ആരുപയോഗിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയില്ല, അത് റഷ്യയുടെ പീരങ്കിയായിരുന്നു. എന്നാൽ റഷ്യ ഉപയോഗിക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. സിറിയയുടെ ഗവൺമെന്റ് ഫോഴ്സസ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ സർക്കാരിന് പിന്തുണ നൽകി പ്രവർത്തിക്കുന്ന ഇറാഖ് റെസിസ്റ്റൻസ് ഇറാൻ മിലിറ്റൻസ് ഇത് ഉപയോഗിക്കുന്നോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഇങ്ങനെ ഒരു പീരങ്കിയെ ഞങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഞങ്ങൾ വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ ആക്രമണം വീണ്ടും തീവ്രമാക്കുമെന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. ഇതിനിടയിൽ സിറിയയുടെ ഗവൺമെന്റിനെ സംബന്ധിച്ച് അവർ മുഴുവനായും റഷ്യ ആശ്രയിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ്. അവരുടെ പക്കലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ എല്ലാം റഷ്യയുടെ സപ്പോർട്ടോടുകൂടിയാണ് നടക്കുന്നത്. സിറിയയ്ക്കുള്ളിൽ റഷ്യയുടെ ഗ്രൗണ്ട് ട്രൂപ്സ് കൂടുതലായും ആക്റ്റീവ് അല്ല. പകരം റഷ്യയുടെ എയർഫോഴ്സ് വിമാനങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണോ അമേരിക്ക ബാക്ക്ഡ് മിലിറ്റന്റ് ഗ്രൂപ്പ്സ് ഉള്ളത്, അല്ലെങ്കിൽ തുർക്കി ബേസ്ഡ് മിലിറ്റന്റ് ഗ്രൂപ്പ്സ് എവിടെയെല്ലാമാണോ ഉള്ളത്, അവിടെയെല്ലാം എയർ സ്ട്രൈക്ക് നടത്തുകയും അവരെ മുഴുവനായും കൊളാപ്സ് ചെയ്യുകയുമാണ് റഷ്യൻ വ്യോമസേനയുടെ പ്രധാനപ്പെട്ട റോൾ. അത് ഇപ്പോൾ വരെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു കൈപ്പേറിയ സത്യം, 500 പേർ കൊല്ലപ്പെട്ടാൽ അതിൽ 100 സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാകും. ഇതൊരു ഉദാഹരണം മാത്രം. ഇന്നുവരെയും 3000 പേർ മരിച്ചതായി വിവരം വന്നിട്ടുണ്ട്. എന്നാൽ അതിതുവരെയും വെരിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെ മരിച്ച 3000 പേരിൽ 600-ലധികം പേരെങ്കിലും സിവിലിയൻ കാഷ്വാലിറ്റീസ് ആയി ഉണ്ടാകും. ഇത് അൺവെരിഫൈഡ് സോഴ്സസ് വഴി ലഭിക്കുന്ന വിവരങ്ങളാണ്. അപ്പോ റഷ്യയുടെ എയർ സ്ട്രൈക്സ് കാരണം സാധാരണ ജനങ്ങളും അവിടെ ബാധിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ തുർക്കി ബേസ്ഡ് ഗ്രൂപ്പ്സ് കാരണവും അമേരിക്കൻ ബേസ്ഡ് ഗ്രൂപ്പ്സ് കാരണവും ഈ സൗത്തേൺ വെസ്റ്റ് അലപ്പ ഭാഗത്ത് നടക്കുന്ന ആക്രമണങ്ങളിൽ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ തുർക്കി ബേസ്ഡ് മിലിറ്റൻസ് ചെയ്ത ഈ സർപ്രൈസ് ഓഫൻസീവിൽ റഷ്യൻ ബാക്ക്ഡ് സിറിയൻ ഫോഴ്സസ് സ്തംഭിച്ചു പോയിട്ടുണ്ട്. അവർ ഒരുപാട് സ്ഥലങ്ങളിൽ കൗണ്ടർ ഓഫൻസീവ് തുടങ്ങിയാലും ചില പ്രദേശങ്ങളെ അവർ റീക്യാപ്ചർ ചെയ്താലും അതിനവർ നൽകിയിരിക്കുന്ന വില വളരെ വളരെ അധികമാണ്. 2 റഡാർ സ്റ്റേഷൻസ് മുഴുവനായും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം റഷ്യയുടെ ഹൈ എൻഡ് ടെക്നോളജിയാണ്. എക്സ്പാൻഡ് റഡാർസ് ഇപ്പൊ അവരുടെ കൈകളിലേക്ക് വന്നിട്ടുണ്ട്. ഇത് വെച്ച് അവർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊന്നും അറിയില്ല. കൂടാതെ MiG-23 സീരീസിലുള്ള 3 വിമാനങ്ങൾ, MI സീരീസിലുള്ള 6 ഹെലികോപ്റ്ററുകൾ, വീണ്ടും 2 ചാര വിമാനങ്ങൾ,
ഇങ്ങനെ മൊത്തത്തിൽ 11 വിമാനങ്ങളെ ഇവർ നഷ്ടപ്പെടുത്തി. 100-ലധികം പീരങ്കികൾ ക്യാപ്ചർ ചെയ്തതായും പറയുന്നു. എന്നാൽ ഇവയൊന്നും ഔദ്യോഗികമായി യാതൊരു ന്യൂസ് ഏജൻസിയും കൺഫേം ചെയ്തില്ല. ഏതൊരു രാജ്യവും അവകാശവാദം പറഞ്ഞിട്ടുമില്ല. SDS എന്ന് പറയുന്ന തുർക്കി ബാക്ക്ഡ് മിലിറ്റന്റ് ഗ്രൂപ്പ്സും അവരുടെ ചില മാധ്യമങ്ങളും മാത്രമാണ് ഈ ക്ലെയിം നടത്തിയത്. അവരുടെ ചില നേതാക്കൾ വീഡിയോസിലും പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഇപ്പോൾ വരെയും അറിയില്ല. ഒന്ന് മാത്രമേ കൺഫേം ചെയ്തിട്ടുള്ളൂ. സർക്കാർ പിന്തുണയുള്ള സേനയ്ക്ക് അവിടെ സമയം ശരിയല്ല. വളരെ സിവിയറായി തന്നെ അവർ പിന്നിലേക്ക് തള്ളപ്പെടുകയാണ്. ചില സ്ഥലങ്ങളിൽ അവർ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. എന്നാൽ അതിനവർ നൽകുന്ന വില വളരെ വലുതാണ്. 2020 ശേഷം അമേരിക്കൻ പിന്തുണയുള്ള സേനയ്ക്കും തുർക്കി പിന്തുണയുള്ള സേനകൾക്കും ലഭിച്ച ഒരു വലിയ വിജയം അത് ഈ അലപ്പോ നഗരത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളെ പിടിച്ചെടുത്തതാണ്. അപ്പോ സിറിയയിൽ നടക്കുന്ന യുദ്ധം സിറിയ വിചാരിച്ചതുപോലെ മുന്നോട്ടു പോകുന്നില്ല. ഇതിൽ ഇറാൻ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്, ആവശ്യമാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സൈനികരെ നേരിട്ട് അയക്കാനും തയ്യാറാണ്. റഷ്യയുടെ കൂടെ സിറിയയുടെ കൂടെയും ചേർന്ന് ഇറാന്റെ സൈനികരും യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ അതിനും ഞങ്ങൾ തയ്യാറാണെന്ന് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. അപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ പോകുമ്പോൾ അടുത്ത സിർക്കോണിനെ കുറിച്ചും നമ്മൾ അറിയണം. ഈ സാങ്കല്പിക ചിത്രമാണ് ഓൺലൈനിൽ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനെ സാങ്കല്പിക ചിത്രം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഔദ്യോഗികമായ യഥാർത്ഥ ചിത്രം എങ്ങനെയായിരിക്കും? നിങ്ങൾ തുടക്കത്തിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും, ഒരു മിസൈൽ ലോഞ്ച് ചെയ്യുന്നത് പോലെ. അതിന്റെ ക്ലോസപ്പ് ഇമേജ് ആണ് ഇത്. ഈ 4 ഫ്രെയിം നിങ്ങൾ നോക്കുക. മെഡിറ്ററേനിയൻ സീയിൽ റഷ്യൻ അലൈസുമായി ചേർന്ന് ചില വാർ ഗെയിംസിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഫയർ ചെയ്തതാണ് ഈ ഹൈപ്പർസോണിക് കിൻസാൽ മിസൈൽ. ഇതിന്റെ ചിത്രങ്ങൾ അവർ തന്നെ എടുത്തിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട്സ് ആണ് ഇവയെല്ലാം. ഈ ഡിസൈൻ കണ്ടാൽ തന്നെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകും. സാധാരണയുള്ള ടെയിൽ ആൻഡ് ഫിൽ കോൺസെപ്റ്റ് ഇതിലില്ല. ചിറകുകൾ പോലുള്ള ഘടനയോ സ്ഥിരപ്പെടുത്താനുള്ള ഫിൻ മെക്കാനിസമോ ഒന്നും തന്നെ ഇല്ല. ഇത് സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ ഈ മിസൈലിലുള്ള ഗൈഡൻസ് സിസ്റ്റം എന്നത് വളരെ 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 ആക്യുറേറ്റ് ആയിരിക്കണം. പൊതുവെ ചിറകിന്റെ ഘടകം ഉപയോഗിക്കുന്നത് കാറ്റിനെ തുളച്ചു കയറാൻ വേണ്ടി മാത്രമല്ല, കാറ്റിൽ സ്റ്റേബിളായി നിൽക്കണം. ശത്രുരാജ്യത്തിന്റെ മിസൈലുകളിൽ നിന്നും മെനുവർ ചെയ്ത് രക്ഷപ്പെടണം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ചിറകിന്റെ ഘടന ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ അത് ചെയ്യാൻ സാധിക്കും. ആരോഡൈനാമിക്കലി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. എന്നാൽ ഇവയെല്ലാം ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ എഞ്ചിൻ പവർ ആവശ്യമാണ്. അതിന്റെ ത്രസ്റ്റ് വളരെ വളരെ അധികമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ചിറകുകളൊന്നും ഇല്ലാതെ ഒരു മിസൈലിനെ കൊണ്ട് അതിന്റെ പാത മാറ്റി സഞ്ചരിക്കാനാകൂ. കൂടാതെ മിസൈലിനെ ക്ലോസപ്പിൽ നോക്കിയാൽ മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. തെർമൽ കോട്ടിംഗ് പുറമെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് മിസൈലുകളിൽ തെർമൽ കോട്ടിംഗ് പുറമെ കാണില്ല. കൂടുതലായും ബാലിസ്റ്റിക് മിസൈലുകൾക്കും അല്ലെങ്കിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾക്ക് മാത്രമാണ് തെർമൽ കോട്ടിംഗ് നൽകുക. ഇപ്പോ ഈ സിർക്കോൺ മിസൈലിന് തെർമൽ കോട്ടിംഗ് നൽകിയിട്ടുണ്ട്. അത് ഇതിന്റെ ഹൈപ്പർസോണിക് സ്പീഡ് കപ്പാസിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ സ്ക്രാപ്പ് ജെറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അതിൽ 2 സ്റ്റേജ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉണ്ട്. സ്ക്രാപ്പ് ജെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിലർക്കൊരു സംശയം വരാം. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിരുന്നു. ബ്രഹ്മോസ് മിസൈലിന്റെ ബലം തന്നെ ഈ റാംജെറ്റ് ആണ്. ഈ മിസൈൽസിന്റെ എഞ്ചിനെ സംബന്ധിച്ച് ഒരുപാട് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉണ്ട്. സോളിഡ് ബൂസ്റ്റേഴ്സ്, ലിക്വിഡ് ബേസ്ഡ് പ്രൊപ്പല്ലന്റ് എല്ലാം ഉണ്ട്. ഹൈപ്പർസോണിക് മിസൈലുകൾക്കും മാക് 2-ലധികം പോകാൻ കഴിയുന്ന മിസൈലുകൾക്കും 2 എഞ്ചിനാണ് കൂടുതലായും ഉപയോഗിക്കുക. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 5 മടങ്ങിന് താഴെ, അതായത് ഹൈപ്പർസോണിക് വേഗതയേക്കാൾ താഴെ പോകുന്ന മിസൈലുകൾക്ക് റാംജെറ്റ് എന്ന ആശയം ഉപയോഗിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രഹ്മോസിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ മിസൈൽ തന്നെയാണ്. ഇതിൽ എയർ കടന്നുപോകുന്ന ഭാഗം ഒരു സിലിണ്ട്രിക്കൽ കോൺ ഷേപ്പിലായിരിക്കും. ഇത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 900 കിലോമീറ്റർ താഴെ ഈ മിസൈൽ പോയാൽ മാത്രം മതി. അതിനാവശ്യമായ അകത്തേക്ക് വരുന്ന എയറിനെ ഈ എഞ്ചിൻ അകത്തേക്ക് വാങ്ങുകയും അതിനെ കംപ്രസ് ചെയ്ത് എക്സോസ് ചെയ്ത് പുറത്തേക്ക് അയക്കും. അങ്ങനെ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 2-3 മടങ്ങ് വേഗതയിൽ ഈ ഒരു എഞ്ചിനെ കൊണ്ട് മിസൈലിനെ തള്ളാൻ സാധിക്കും. എന്നാൽ റാംജെറ്റ് കോൺസെപ്റ്റ് അങ്ങനെയല്ല. മാക് 1 അല്ലെങ്കിൽ 2 ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 2 മടങ്ങ് വേഗതയിൽ അല്ലെങ്കിൽ 2000 കിലോമീറ്ററിലും കൂടുതൽ വേഗതയിൽ പോയാൽ മാത്രമേ സ്ക്രാംജെറ്റ് ആക്ടിവേറ്റ് ആവുകയുള്ളൂ. കാരണം ഇതിൽ സിലിണ്ട്രിക്കൽ കോൺ ഷേപ്പ് എന്ന കോൺസെപ്റ്റ് ഇല്ല. അകത്തേക്ക് വരുന്ന എയർ ഒന്നോടൊന്ന് കൂട്ടിമുട്ടും. അങ്ങനെ വളരെ ഹൈ പ്രഷറിൽ കംപ്രസ് ആകും. ഇങ്ങനെ കംപ്രസ് ആകുന്ന എയറിനെ ആ പ്രഷർ ഉപയോഗിച്ച് തന്നെ അകത്തുള്ള ഇന്ധനം വായുവുമായി ചേർത്ത് ആ പ്രൊപ്പൽഷൻ സിസ്റ്റത്തെ കത്തിക്കും. അങ്ങനെ കത്തുന്നത് മൂലമുണ്ടാകുന്ന ത്രസ്റ്റ് കാരണം ഇതിനകം ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 2 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈൽ ഇങ്ങനെ ഒരു ത്രസ്റ്റ് ലഭിച്ചതിനു ശേഷം മാക് 5+
അതായത് ഹൈപ്പർസോണിക് സ്പീഡ് അറ്റൈൻ ചെയ്യും. ഇതാണ് സ്ക്രാംജെറ്റിന്റെ ആശയം. അതിനുവേണ്ടിയാണ് ഇതിൽ 2 സ്റ്റേജ് പ്രൊപ്പലന്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ ഇരട്ടി വേഗം അച്ചീവ് ചെയ്യാനായി സോളിഡ് പ്രൊപ്പലൻസ് ഉപയോഗിക്കും. അതിനുശേഷം സ്ക്രാംജെറ്റ് എഞ്ചിൻ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ ലിക്വിഡ് ഫ്യൂൽ ആയിരിക്കും ഉപയോഗിക്കുക. ഇതാണ് സ്ക്രാംജെറ്റ് എഞ്ചിന്റെ കോൺസെപ്റ്റ്. അപ്പോ ഈ മിസൈൽ, അതിന്റെ രൂപകൽപ്പന, ആക്യുറസി എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത് പ്രൂവ് ചെയ്ത മിസൈലായി റഷ്യ ഇപ്പോഴും പറയുന്നു. ആദ്യമായി ക്ലോസപ്പ് ഇമേജായി ഇപ്പോഴാണ് കാണുന്നത്. ഇതുവരെയും ഇതിന്റെ ഇമേജസ് ഓൺലൈനിൽ ലഭ്യമായിട്ടേ ഇല്ല. ഇവയെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഒരു കാര്യം മനസ്സിലാക്കാം. ഈ ഹൈപ്പർസോണിക് കിൻസാലിനെ സംബന്ധിച്ച് അതിൽ ഒരുപാട് വിമർശനങ്ങളുണ്ട്. സത്യത്തിൽ അതൊരു ഹൈപ്പർസോണിക് മിസൈൽ അല്ല, എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ. കാരണം ബാലിസ്റ്റിക് മിസൈൽസ് എല്ലാം ഹൈപ്പർസോണിക് വേഗതയിലും അധികം പോകും. മാക് 5 വേഗതയിൽ പോയാലും അതിൽ ഹൈപ്പർസോണിക് കാറ്റഗറി കഴിഞ്ഞാണ് പോവുക. എന്നാൽ ഈ കിൻസാലിനും സിർക്കോളിനും ഇടയിൽ കൂടുതലായ ടെക്നിക്കൽ ചേഞ്ചസ് മാത്രമല്ല, ഫിസിക്കലായി പല വ്യത്യാസങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ റഷ്യയുടെ ഒരു ഗെയിം ചേഞ്ചർ മിസൈലായി ഇത് മാറുമെന്നുള്ളത് ലോകത്തിലെ പല രാജ്യങ്ങളുടെ വിശ്വാസമാണ്. അത് യുദ്ധക്കളത്തിലും പല തവണ ഈ മിസൈൽ തെളിയിച്ചിട്ടുമുണ്ട്. ഇതിനെ ഫയർ ചെയ്തത് റഷ്യയുടെ വ്യോമസേനയിൽ നിന്നാണ്. അപ്പോ ലാൻഡ് ബേസ്ഡ് ലോഞ്ചേഴ്സിൽ നിന്നും ഫയർ ചെയ്യാൻ സാധിക്കും. നാളെ ഒരു പ്രശ്നം വന്നാൽ കപ്പലുകളിൽ നിന്നും ഇതിനെ ലോഞ്ച് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, ഇത് ഒരു ന്യൂക്ലിയർ ക്യാപ്പബിൾ മിസൈൽ ആണ്. ഇതാണ് ഇതിനെ കൂടുതൽ ഡെഡ്ലി ആക്കി മാറ്റുന്നത്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.